പാറശാലയ്ക്ക് അടുത്തുള്ള റോഡിൽ വെച്ചാണ് ആക്സിഡന്റ്. ഞങ്ങളാണ് അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ബ്രെയിനിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. പെട്ടെന്ന് സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. 3 ലക്ഷം രൂപ അഡ്വാൻസ് അടച്ചാലേ സർജറി തുടങ്ങാൻ പറ്റൂ. അക്കൗണ്ട് നമ്പർ തരാം, അതിലേക്ക് അയച്ചാൽ മതി. അല്ല, പെട്ടെന്ന് ഇത്രയും രൂപ? പ്രകാശേട്ടാ, ജഗൻ ബിസിനസിന്റെ കുറച്ച് കളക്ഷൻ പണം അലമാരിയിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൊടുക്ക. ഓപ്പറേഷൻ നടക്കട്ടെ. എങ്കിൽ നീ വേഗം പോയി എടുത്തിട്ട് വാ. ചെല്ല്. ഹലോ. ഹലോ ഹലോ. ഞാനേ 2-3 തവണ വിളിച്ചു നോക്കി, കോള് കണക്ട് ആവുന്നില്ല. പ്രകാശേട്ടാ, ആ ഫോണിങ് തന്നെ. പ്രകാശേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. പ്രകാശേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. ജഗന്റെ വാട്സപ്പിൽ ഓൺലൈനിലുണ്ട്. ശരിയാണല്ലോ. ഹലോ ഹലോ. അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പണം അയക്കാൻ വൈകുന്തോറും റിസ്ക് കൂടും. ജഗന്റെ ജീവൻ ആപത്തിലാണ്. ഇപ്പൊ അയക്കാം. ഓക്കെ വന്ദനെ, നമുക്ക് വേഗം ബാങ്കിൽ ചെന്ന് ക്യാഷ് അടയ്ക്കാം. ഹലോ, നിങ്ങളൊന്ന് വീഡിയോ കോളിൽ വന്നേ. എനിക്ക് ജഗനെ ഒന്ന് കാണണം. വന്ദനെ, നമുക്ക് ആദ്യം പോയി ക്യാഷ് ഇടാം. ഇവിടെ വീഡിയോ കോളിൽ വരാൻ പറ്റില്ല, സിഗ്നൽ കുറവാണ്. ഞാൻ ഈ നമ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. അപ്പൊ സിഗ്നൽ വന്നോളൂ. ഹലോ ഹലോ. ദാ, ഇത് തട്ടിപ്പായിരുന്നു. ഇനി നമ്പറിലൊന്ന് വിളിച്ചു നോക്കേ. സ്വിച്ച് ഓഫ് ആണല്ലോ. കൊള്ളാം. നിന്റെ ബുദ്ധിയും തിരിച്ചറിവും കൊണ്ട് ഏപ്രിൽ 1 നമ്മൾ ഫൂൾ ആവാതെ രക്ഷപ്പെട്ടു. ഇതുപോലെയാ ഓരോരുത്തർ ഈ പാവങ്ങളൊക്കെ പറ്റിക്കുന്നത്. ജഗൻ വിളിക്കുന്നു. ഹലോ ജഗ. വന്ദനെ, ഇപ്പോ എനിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞൊരു കോൾ വന്നിരുന്നോ? വന്നിരുന്നു. ജഗൻ ആക്സിഡന്റ് ആണ്, ക്യാഷ് അയക്കാനും പറഞ്ഞിരുന്നു. എന്നിട്ട് നീ അയച്ചോ? ഇല്ല, ഫേക്ക് കോൾ ആണെന്ന് മനസ്സിലായി. അതൊരു ഏപ്രിൽ ഫൂൾ കോൾ ആണെന്ന് നിനക്ക് മനസ്സിലായല്ലേ? അത് വിളിച്ചതാരാണെന്നറിയോ? ഈ ഞാനാ. എന്റെ ഭാര്യയെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. ഈ ബെറ്റിൽ വിജയിച്ചത് നീ തന്നെയാ. ഞാനല്ല നീ. എന്റെ വന്ദനെ ആർക്കും ഏപ്രിൽ ഫൂൾ ആക്കാൻ പറ്റില്ല. റിയലി ഐ ലവ് യു. I love you too. എങ്കിലേ ഏപ്രിലെ ആദ്യത്തെ ചുംബനം എന്റെ വക. തിരിച്ചു തരാൻ പറ്റില്ല. ഇവിടെ പ്രകാശേട്ടന് അടുത്തുണ്ട്. കൊടുത്തോ ഞാൻ മാറി തന്നേക്കാം. പോടുന്നു. താങ്ക് യു.